നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. GCC ഗ്രാൻഡ് ടൂർ ടൂറിസ്റ്റ് വിസ അംഗീകരിച്ചു. GCCയിലെ 6 രാജ്യങ്ങളിലും ഒരേ ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന പുതിയ പദ്ധതി അംഗീകരിച്ചു. ഇത് ടൂറിസം മേഖലയിലെ വിപ്ലവമാണ് എന്നാണ് വിദഗ്ധ അഭിപ്രായം. യൂണിഫൈഡ് വിസ ഉടൻ പ്രാബല്യത്തിൽ വരും. ഈ വിസയുടെ പ്രാബല്യത്തിൽ വരുന്നത് 2025 അവസാനത്തോടു കൂടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ രാജ്യത്തിനും ER വിസ വേണമെന്ന് ആവശ്യമില്ലാതാവും. ഇത് പ്രവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും വൻ ആശ്വാസം നൽകും. GCCയിൽ ടൂറിസം മേഖലയിലേക്ക് വൻ നിക്ഷേപം. ദുബായ്, റിയാദ്, ദോഹ എന്നിവിടങ്ങളിൽ പുതിയ ഹോട്ടൽ, എന്റർടൈൻമെന്റ് പാർക്കുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കായുള്ള ആകർഷണങ്ങൾ വർദ്ധിക്കും. ഗൾഫ് റെയിൽവേ പദ്ധതി 2030ഓടെ പൂർത്തിയാകും. UAE, സൗദി, കുവൈത്ത്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ യാത്ര എളുപ്പമാക്കാനാണ് ലക്ഷ്യം. വാഹനാപകടങ്ങൾ കുറയാനും ഇന്ധനച്ചെലവ് കുറയ്ക്കാനുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. GCC UK വ്യാപാര കരാർ ഉടൻ ഒപ്പുവെക്കും. ഇരുഭാഗങ്ങൾക്കുമിടയിൽ നികുതിയില്ലാത്ത വ്യാപാരത്തിനും സേവനങ്ങൾക്കുമാണ് കരാർ. ഇതുവഴി GCC രാജ്യങ്ങളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. 2025 FIBA ഏഷ്യ കപ്പ് ജിദ്ദയിൽ ആഗോള ശ്രദ്ധ നേടിയ ടൂർണമെന്റിന് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കും. ഇതുവഴി രാജ്യത്തിന് കായിക ടൂറിസത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഒമാൻ എയർ സർവീസുകൾ പുനരാരംഭിച്ചു. മുന്നോട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ്സുകാർക്കും വിനോദസഞ്ചാരികൾക്കും കൂടുതൽ ലാഭം കണ്ടെത്തുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു. GCCയിലെ ഓഹരി വിപണി നിലനിൽപ്പിലേക്ക്. നിക്ഷേപകർക്കുള്ള വിശ്വാസം വീണ്ടും ഉയരുന്നു. വിപണിയിലെ സ്ഥിതികൾ നിരീക്ഷിച്ച് വിദേശ നിക്ഷേപകരും തിരികെ വരുന്നു. ജപ്പാൻ GCC ടൂറിസ്റ്റുകൾക്കായി പുതിയ ക്യാമ്പയിൻ. ജപ്പാൻക്ക് പുറമെ ഇന്ത്യ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളും GCC ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഈ മാതൃക പിന്തുടരാൻ ഒരുങ്ങുന്നു. ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം. GCC ശക്തമായി പ്രതിഷേധിച്ചു. അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നടന്ന ആക്രമണത്തിൽ GCC രാഷ്ട്രങ്ങൾ ഐക്യമായി രംഗത്ത് വന്നത് മേഖലയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ശക്തമാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. 2025 സാമ്പത്തിക വളർച്ചാ പ്രതീക്ഷകൾ. സൗദി 4.4%, UAE 4.9% വളർച്ച നേട്ടം പ്രതീക്ഷിക്കുന്നു. ഈ വളർച്ച പ്രധാനമായും എണ്ണ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനത്തിലാണ് ആശ്രയിക്കുന്നത്. വിനോദസഞ്ചാര മെഗാ പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നു. നിയോം, ലൂവർ അബുദാബി, സിൽക്ക് സിറ്റി തുടങ്ങിയ ലോകത്തിലുള്ള പദ്ധതികൾ 2025 കൂടുതൽ പുരോഗതിയിലാകും. ഇതിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഡൊണാൾഡ് ട്രംപ് ഖത്തറിൽ വ്യാവസായിക കരാർ ഒപ്പുവെച്ചു. സൈനിക പങ്കാളിത്തം ഉൾപ്പെടെ വിവിധ മേഖലയിലേക്കുള്ള 210 വിമാനങ്ങൾക്കുള്ള കരാറിലൂടെ US ഖത്തർ ബന്ധം കൂടുതൽ ശക്തമാകും. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.